തേനീച്ചകളാന്നൊക്കെ, വലിയ തേനീച്ചകൾ. കടുകിന്റെ പാടങ്ങൾ പൂത്ത് കിടക്കുക. അത്രയ്ക്ക് പോയില്ല. പൂപ്പാടങ്ങൾ കണ്ടോ, പൂകൃഷി ചെയ്യുന്ന സ്ഥലങ്ങള്. എന്ത് ഭംഗിയാ കാണാൻ. ഇവിടെ പ്രകൃതിയെ ഇവര് ചൂഷണം ചെയ്യുന്നില്ല, ഇവര് ദോഹനം ചെയ്തെടുക്കുന്നത് മാത്രമാണ് ഇവർക്ക് കിട്ടുന്നത്. അത് ഭയങ്കര. മാവൊക്കെ പൂത്ത് നിൽക്കുന്ന കണ്ടിട്ട് നിറയെ പൂക്കുന്ന സീസൺ അതിൽ ആ പൂത്ത് തുടങ്ങിയിട്ടേ ഉള്ളു മാവൊക്കെ. എന്ത് ഭംഗിയാ ഓരോന്നും കാണാൻ. ഇവിടുത്തെ ഒരു തുരുമ്പ് സ്ഥലം വണ്ടി നിർത്തി ആഹാരം കഴിക്കാൻ പോലും ഇവിടെ വെറുതെ കിട്ടുന്നില്ല. എല്ലായിടത്തും കൃഷിയാണ്. അതുകൊണ്ടാണ് പെട്രോൾ പമ്പുകളെ ആശ്രയിക്കേണ്ടി വരുന്നത് ആഹാരം കഴിക്കാൻ. പെട്രോൾ പമ്പും അതെ, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള പെട്രോൾ പമ്പുകൾ, എല്ലാ സൗകര്യങ്ങളും. ഇവിടുത്തെ മണ്ണിന്റെ പ്രത്യേകത ഇത് കണ്ടോ, കാട്ടു തക്കാളി. വഴിയിലൊക്കെ തക്കാളി ഉണ്ടായി നിൽക്കുന്നു, നല്ല കാട്ടു തക്കാളി. ഇത് നല്ലതാ, കഴിക്കാൻ നല്ലതാ. നിറയെ കാട്ടു തക്കാളി ഇങ്ങനെ പടർപ്പിലുണ്ടായി കിടക്കുക, ആരും പറിക്കുന്നില്ല. കാട്ടുതക്കാളി നമ്മളുടെ നാട്ടിലും ഉണ്ട്. ഇടുക്കി സൈഡിലൊക്കെ തനിയെ മുളച്ചു വരും, തനിയെ പോവും, പിന്നെ അതിന്റെ വിത്ത് വീണിട്ട് അത് തനിയെ മുളയ്ക്കും. അങ്ങനെ ഉണ്ടാകുന്ന തക്കാളിയാ ഇത്. വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ഒക്കെയാ. രാവിലെ ഞങ്ങൾ ഫ്രഷ് ആകാൻ നിർത്തിയ സ്ഥലത്തെ തിരക്കാം. ചെറിയ ഹോട്ടലാ, ആളുകൾ എല്ലാം കുംഭമേളയ്ക്ക് പോകുന്നവരാ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ധാബകളിലും ഇത്തിരി സൗകര്യം കിട്ടിയാൽ മതി. അവിടെയൊക്കെ ആളുകൾ റെഡിയാകാൻ തയ്യാറായിട്ട് നിൽക്കുക. ഞങ്ങൾ നാഗ്പൂരെത്തിയല്ല, ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് എത്തിയ സ്ഥലമായത്. ഇവിടെ ഭയങ്കര ക്രൗഡാ. റോഡിലൊക്കെ നിറയെ വണ്ടികൾ പൊക്കോണ്ടിരിക്കുക. എല്ലാം അങ്ങോട്ട് പോകുന്നവരാ. മലയാളികളും ഉണ്ട്, നിറയെ മലയാളികളും ഉണ്ട്. ഇവിടെ ഞങ്ങൾ റെഡിയാകാൻ വന്ന സ്ഥലത്തെ ക്രൗഡ് നോക്കിക്കോണം എത്രയാന്നുള്ളത്. ഒരു ഹോട്ടല് മുറി എടുത്തിട്ട് എല്ലാവരും പുളിയും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാ. പക്ഷെ ഇവിടെയുള്ള ആളുകളൊക്കെ ഇവിടെ പുറത്തു തന്നെ എല്ലാം ചെയ്തു. എല്ലാ പെട്രോൾ പമ്പിലും കുംഭമേളയ്ക്ക് പോകുന്ന ആളുകളുടെ തിരക്കാണ്. രാവിലെ ഒരു പെട്രോൾ പമ്പിൽ നിർത്തിയതാ, 6:30. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയ ഒരു ധാബയാണ്. നിങ്ങൾ യു പിയിൽ എത്തിയിട്ടില്ല, യു പിയിലോട്ട് കയറാൻ പോകുന്നതേ ഉള്ളൂ.